ഹായ്, വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മളുടെ ഐറ്റം 3 കോഴിമുട്ടയും 3 മുരിങ്ങയ്ക്കായും കൊണ്ട് നല്ല അടിപൊളി ഒരു ഐറ്റം എന്ന് ചെയ്യുന്നത്. വളരെ വ്യത്യസ്തമായ രീതിയിൽ തന്നെയാണ് അത് ചെയ്യുന്നത്. സമയം കളയാതെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പോൾ മുരിങ്ങയ്ക്കാടൊക്കെ സീസൺ സമയമല്ലേ, ഇഷ്ടംപോലെ മുരിങ്ങയ്ക്ക കിളിക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് ഒരെണ്ണോ അല്ല 2 എണ്ണോ 3 എണ്ണോ എത്ര വേണേലും എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഏതായാലും ഒരു 3 എണ്ണം എടുക്കുക. 3 എണ്ണവും 3 കോഴിമുട്ടയും കൂടെ എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് മുറിച്ചങ്ങോട്ട് എടുക്കാം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തീ പിടിച്ച വിലയായിരുന്നു മുരിങ്ങയ്ക്കായ്ക്ക്. ഇപ്പം പിന്നെ ഇഷ്ടം പോലെ മുരിങ്ങയ്ക്കൊക്കെ ആയി. അതുകൊണ്ട് ഇപ്പം വില കുറയും എന്നാണ് തോന്നുന്നത്. ഇതിപ്പോൾ വലിയ വിലയൊന്നും ആയില്ല. വ്യത്യസ്തമായ രീതിയിലുള്ള കറികളും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ആൾക്കാർക്ക് താല്പര്യമുണ്ട്. അപ്പോൾ ഇതേപോലെ അങ്ങോട്ട് മുറിച്ചങ്ങോട്ട് വെക്കുക. നമ്മൾ ഈ മുരിങ്ങയ്ക്ക നന്നായിട്ട് കഴുകിയൊക്കെ എടുത്തതാണ് കേട്ടോ. ഇനി ഇതിൻ്റെ അകത്തുനിന്ന് ഈ സ്പൂണും കൊണ്ട് തന്നെ ഇതിങ്ങനെ വലിച്ചങ്ങോട്ട് മാറ്റുക. ഇതേപോലെ അങ്ങോട്ട് എടുക്കുക. ഇതുപോലെ സ്പൂണും കൊണ്ട് ചെറുതായിട്ടൊന്ന് ബലം പിടിച്ച് വേണം ഇതൊന്ന് ചീകി എടുക്കാനായിട്ട്. അപ്പം നമ്മൾ മുരിങ്ങയ്ക്ക എടുക്കുമ്പോഴത്തേക്ക് പച്ച മുരിങ്ങയ്ക്ക എടുക്കാവുള്ളൂ. ഉണങ്ങുകയാണെങ്കിൽ നമുക്കിങ്ങനെ ചീകി എടുക്കാൻ പറ്റിയല്ല. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കി കൂടെ ഒന്ന് ഇതേപോലെ ചീകി എടുക്കട്ടെ. മുരിങ്ങയ്ക്ക വിലക്കുറവുള്ളപ്പോഴേ ഇതേപോലുള്ള ഐറ്റങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ആ 3 മുരിങ്ങയ്ക്കായി ഇതേപോലെ ചീകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചീകി വെച്ചിരിക്കുന്നതെല്ലാം ഇങ്ങോട്ട് മാറ്റി വെക്കുകയാണ്. അതവിടെ ഇരിക്കട്ടെ. ഇനി അതെങ്ങനെ റെഡിയാക്കുന്നതെന്ന് നോക്കാം. അടുപ്പ് കത്തിച്ചതിന് ശേഷം നമ്മളൊരു കടായി അങ്ങോട്ട് വെക്കുകയാണ്. കടായി ചൂടായതിന് ശേഷം അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ആ വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. നമുക്ക് 1 ടീസ്പൂൺ അളവിൽ ഉഴുന്നൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഉഴുന്ന് പരിപ്പ് ഇട്ടതിന് ശേഷം 2 വറ്റൽ മുളക് മുറിച്ചങ്ങോട്ടിടാം. അല്പം കറിവേപ്പില ഇളക്കി കൊടുത്ത് കൂട്ടത്തിൽ ഒരു കഷ്ണം ഇഞ്ചി ഇങ്ങനെ പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നു. എരിവിന് പാകത്തിന് 2 പച്ചമുളക് അതുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇളക്കി കൊടുത്ത് കാരണം ഇഞ്ചിയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ റെഡി ആയിക്കോളും. ഇനി നമുക്ക് ഒരു മീഡിയം രീതിയിലുള്ള 2 സവോള, ആ സവോള കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ആ സവോളയും കൂടി ഇട്ട് കൊടുക്കുക. ആ സവോളയും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. എല്ലാം കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. സവോള ഇതുപോലെ ഒന്ന് വാടി വരുമ്പോഴത്തേക്കും ഈ മുരിങ്ങയ്ക്ക അതുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ചീകി വെച്ചിരിക്കുന്ന മുരിങ്ങയ്ക്ക അങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഇനി അതൊന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് ഇതിനാവശ്യമുള്ള ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് പൊടിയും കൂടി ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കും. ഇനി ഇത് സവോളയും ഈ മുരിങ്ങയ്ക്കയുടെ ഇതും കൂടെ ഒന്നിച്ച് ഒന്ന് വഴറ്റിയെടുക്കണം. വലുതാണെങ്കിൽ ഇതുപോലെ ഈ ചട്ടം കൊണ്ട് തന്നെ ഒന്ന് കുത്തി, ഒരുപാടൊന്നും വേണ്ട, നീളമുള്ളതാണെങ്കിൽ ഇതുപോലെ ഒന്ന് കുത്തി അങ്ങ് ഇട്ടാൽ മതി. എന്നിട്ട് ഇത് രണ്ടും കൂടെ ഒന്നിച്ചൊന്ന് വഴറ്റിയെടുക്കണം. ഒരു 3-4 മിനിറ്റ് ഇതേപോലെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം.
അപ്പോൾ ഇതൊന്ന് വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട് ഒരു തക്കാളി ഇതേപോലെ ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു തക്കാളി, ആ തക്കാളിയും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കുകയാണ്. ഒന്ന് ഇളക്കി കൊടുക്കും. അപ്പോൾ എന്നിട്ട് ഈ ഒരു പരുവത്തിലാവുമ്പോഴത്തേക്കും തീ ഒന്ന് കുറച്ച് വെക്കാം. ചെറിയ തീയിൽ ചെറിയ തീയിൽ വേണം ബാക്കിയുള്ള റെഡിയാക്കാനായിട്ട്. ഇനി ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് കുറച്ച് പൊടികളൊക്കെ ഇട്ട് കൊടുക്കണം. ഇങ്ങനെ അങ്ങോട്ട് പാഞ്ഞിടും. അപ്പോൾ ചെറിയ തീയിൽ നമുക്ക് ഒരു 3/4 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കുക, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇനി നമുക്ക് 1/2 ടീസ്പൂൺ പെരുംജീരകപ്പൊടിയും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കാം. പൊടികളൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ചെറിയ തീയിൽ തന്നെ വേണം ഇട്ട് കൊടുക്കാൻ. ഞാൻ പെരുംജീരകപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഗരം മസാലപ്പൊടി വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. ഇനി ഇത് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതിൻ്റെ അകത്ത് നിന്ന് ഇട്ടുന്ന അതിൻ്റെ പച്ചച്ചുവയൊന്ന് മാറണം. ഇതേപോലെ ഇതിൻ്റെ പച്ചച്ചുവയൊന്ന് മാറിയ ശേഷം ഇതെല്ലാം കൂടെ കൂട്ടി ഒന്ന് ഇളക്കി കൊടുക്കും. ഇനി നമുക്ക് 1/2 ഗ്ലാസ് ചെറിയ ചൂടുവെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഒന്ന് ഇളക്കി കൊടുക്കാം വെള്ളം ഒഴിച്ച്. കാരണം വെള്ളത്തിൻ്റെ അളവ് കൂടണ്ട, ഈ ഒരളവിൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാവുള്ളൂ. ഇനി നമുക്കിതൊന്ന് മൂടിക്കൊടുക്കാം. ഒരു 2 മിനിറ്റ് ചെറിയ തീയിലൊന്നും ഇരിക്കട്ടെ. ഇതൊന്ന് വേകാനായിട്ടാണ്. വെന്ത ശേഷം തുറന്ന് നോക്കാം. അപ്പോൾ ഏകദേശം ഒരു 2 മിനിറ്റായി. ചെറിയ തീ തന്നെയാണ് ഇരിക്കുന്നത്. തുറന്ന് നോക്കാം. അല്ലേ, അതിൻ്റെ അകത്ത് ഒഴിച്ച ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുമുണ്ട്. ഇതെല്ലാം വെന്തിട്ടുമുണ്ട്. ഇതുണ്ട്, ആ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. വെള്ളത്തിൻ്റെ അളവ് കൂടണ്ട എന്ന് പറഞ്ഞതിൻ്റെ കാര്യം ഇതാണ്. കാര്യം ആ വെള്ളത്തിൻ്റെ അകത്ത് വേകുകയും ചെയ്യണം, അത് വറ്റി പോവുകയും ചെയ്യണം. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ടയുടെ പൊട്ടിച്ചങ്ങോട്ട് ഒഴിക്കും. ഇപ്പം മുട്ട 3 ഞാൻ ചേർക്കുന്നുള്ളൂ. 2 ഇടയിൽ ചേർക്കാം, കൂടുതൽ മുട്ട വേണമെങ്കിലും ചേർക്കാം. പൊട്ടിച്ചു. അപ്പം നമ്മൾ ഉപ്പ് നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. പോരാഴിക വല്ല തോന്നുവാണെങ്കിൽ ഉപ്പിടാം. ഇപ്പം 3 മുട്ട പൊട്ടിച്ചില്ല, അതുകൊണ്ടാണ് ഒരു നുള്ളു ഉപ്പ് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നത്. അല്പം ഉപ്പ് പൊടി ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് ചിക്കിയെടുക്കാം. നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ അല്പം കുരുമുളക് പൊടിയൊക്കെ ചേർക്കാവുന്നതാണ്. നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എരിവ് നമ്മുടെ പാകത്തിന് വേണം ചേർക്കാനായിട്ട്. ഇനി ഇത് എല്ലാം കൂടെ കൂട്ടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതേപോലെ 1 കപ്പ് തേങ്ങാപ്പാൽ, അധികം വെള്ളം ഒഴിക്കാതെ നല്ലപോലെ പിഴിഞ്ഞെടുത്താണ്. ആ തേങ്ങാപ്പാൽ നമുക്ക് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. നല്ല കട്ടിക്ക് തന്നെ ഇരിക്കട്ടെ. ഇപ്പോൾ ചപ്പാത്തിക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ചാറ് വേണമെന്നുണ്ടെങ്കിൽ അല്പം കൂട്ടി ഒഴിക്കാവുന്നതാണ്. ഇളക്കി നോക്കിയിട്ട് നമുക്ക് പോരാഴിക്കുണ്ടെങ്കിൽ അല്പം ചാറുകൂടെ വേണമെങ്കിൽ നീട്ടി കൊടുക്കാം. ഈ തേങ്ങാപ്പാൽ കൊണ്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം. ഞാനിതുകൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അതിന് ചപ്പാത്തിക്കൊക്കെ വേണമെങ്കിൽ ആ ഒരു രീതിക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഒറ്റ പാലേ പിഴിഞ്ഞുള്ളൂ. 1 പാൽ 2 പാൽ എങ്ങനെയൊന്നുമില്ല. ഒറ്റ പാൽ നല്ലപോലെ അങ്ങ് പിഴിഞ്ഞെടുത്തു. നല്ലപോലെ ചൂടായിട്ട് അങ്ങ് വാങ്ങി വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഈ അടുപ്പങ്ങ് നിർത്താം. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കറിയാണ്. ഇപ്പോൾ ചപ്പാത്തിക്കോ പൂരിയോ അതേപോലുള്ള എന്തെങ്കിലും ആഹാരത്തിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള ഒരു മുട്ട മുരിങ്ങക്ക കറിയാണിത്. തീർച്ചയായിട്ടും ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ.
ഇപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഉള്ള ഒരു കറിയുമായും ഉച്ചക്കത്തേക്ക് ചോറിൻ്റെ കൂടെ വേണമെങ്കിൽ ഇത് കഴിക്കാവുന്നതാണ്. കാര്യം മുരിങ്ങയ്ക്കയൊക്കെ ചീകിട്ടല്ലേ, നല്ല രുചിയല്ലേ ഇത്. തീർച്ചയായിട്ടും ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ഇപ്പം മുരിങ്ങയ്ക്ക ഇഷ്ടംപോലെ കിട്ടുമല്ലോ. 2-3 മുട്ട ഉണ്ടെങ്കിൽ നമുക്ക് ലാവിഷായിട്ട് നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള കറിയും റെഡിയാക്കാം. തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്തു നോക്കാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. ഈ ഒരു കാര്യം കൂടെ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. കൊടുത്തിട്ട് ബെൽ ബട്ടണില്ല, അതുകൂടെ മറക്കാതെ ഞെക്കിയേക്കണം. വേറെ വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം. ബായ്.